ഹായ് ഹലോ മക്കളെ, യെസ് അവന മിസ് ഹിയർ. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കൾ പുതിയ ടെക്സ്റ്റുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വരികയാണ്. നമ്മളെ എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ മിസ് ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾ ബേസിക് സയൻസ് അല്ലേ മിസ് എടുത്തു തരാത്? അതെ, ബേസിക് സയൻസും സോഷ്യലാണ് മിസ്സിൻ്റെ സബ്ജക്റ്റ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇപ്പോൾ അവന മിസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ബേസിക് സയൻസിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സൊക്കെയാണ് വേണ്ടതെന്നൊക്കെ മിസ് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 ചാപ്റ്ററിലും നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യം, കൂടുതലായിട്ട് പഠിക്കേണ്ട ഫോക്കസ് ഏരിയ ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ മിസ്സിന് അറിയാം, നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളാണ്, പുതിയ ടെക്സ്റ്റ് ആണ്, ഒന്നും എവിടുന്നാ നോക്കി പഠിക്കണമെന്നൊന്നും തിരിയാതൊരു അവസ്ഥയിലാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് 6ൻ്റെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് 1 ഇയർ കോഴ്സ് കിട്ടുന്നതായിരിക്കും. ഇതിൽ ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ അഡാപ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് പോയിന്റ്സ്, ഡെയിലി ടാസ്ക്, എക്സാം, സൂം ലൈവ്, ഇതൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി ഒന്നും തരാനില്ല. അതുപോലെ തന്നെ മോഡൽ എക്സാംസ്, ഓണം എക്സാം ആണ് ഓണം എക്സാം, പബ്ലിക് ആണ് പബ്ലിക്, അങ്ങനെ മോഡൽ എക്സാമും നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്. താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ബാച്ചിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, മിസ് ഇപ്പോൾ ഫോക്കസ് ഏരിയ പറയുമ്പോൾ എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ്, ചിലപ്പോൾ മറന്നു പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നോട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓൺ ആക്കുക. അവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും എന്താണ് ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം മക്കൾക്കൊക്കെ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആ ഒരു ലിങ്ക് എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ. എല്ലാ നോട്ട്സും, എല്ലാ ചാപ്റ്റർ നോട്ട്സും, ഫോക്കസ് ഏരിയ ചാപ്റ്റേഴ്സ് ഒക്കെ, എക്സാം ആണെങ്കിൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, നോട്ട്സ് ആ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആൻഡ് വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമ്മളെ ചാപ്റ്റേഴ്സ് ആണ് ഈ 3 ആൾക്കാർ അല്ലേ? എന്താ? ആഹാരത്തിലൂടെ ആരോഗ്യം, ആഹാരത്തിലൂടെ ആരോഗ്യം, അതായത് ഫുഡ് ഫോർ ഹെൽത്ത്, ആൻഡ് കാന്തിക ലോകത്തെ അത്ഭുതം, മാർവൽ ഓഫ് ദി മാഗ്നറ്റിക് റിലീം, നിവർന്ന് നിൽക്കാം, ലെറ്റ് സ്റ്റാൻഡ് സ്ട്രേറ്റ്. ഈ 3 ചാപ്റ്ററാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യത്തിൽ നമ്മൾ ഏതൊക്കെ പോയിന്റ്സാണ് പഠിക്കേണ്ടത്, അത് കൂടുതലായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല. പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, വിറ്റാമിൻ അല്ലെ, വിറ്റാമിനുകൾ, പിന്നെയോ പ്രധാന ധാതുക്കൾ, മിനറൽസ്, ഹീമോഗ്ലോബിൻ, അതായത് പിന്നെയോ അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡെഫിഷ്യൻസി ഡിസീസ് ഒക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് എന്ത്, നമ്മളെ മാഗ്നറ്റിന്റെ ചാപ്റ്റർ അല്ലേ? നമ്മൾ ഇന്നലെ ലൈവ് ഒക്കെ എടുത്തായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ലൈവ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും, എന്താ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലെ? പിന്നെയോ ആകർഷണവും വികർഷണവും, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, കാന്തിക ധ്രുവങ്ങൾ, എന്താ? മാഗ്നറ്റിക് പോൾസ്, കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ്, വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ? ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം പഠിച്ചാൽ മതി എന്നല്ല. അതിൽ കുറേ കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. അതായത് നോർത്ത് പോള്, സൗത്ത് പോള് അല്ലേ? അതുപോലെ തന്നെ മാഗ്നറ്റിക് പോൾസ്, ഓക്കെ, മാഗ്നറ്റിക് പോൾസ്, അൺലൈക്ക് പോൾ എന്താണ്, പിന്നെന്താ സജാതീയ ധ്രുവങ്ങൾ എന്താണ്, പിന്നെന്താ ലൈക്ക് പോൾ ആൻഡ് അൺലൈക്ക് പോൾ, സജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും എന്താണെന്ന് പറയുന്നുണ്ട്. അട്രാക്ഷൻ റിപ്പൾഷനും എങ്ങനെ നടക്കുകയെന്ന് മിസ് ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറേ സബ് ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിച്ചോണം. ഓക്കെ, വൈദ്യുത കാന്തം, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്റർ, അതായത് അസ്ഥികൂടം അല്ലെങ്കിൽ സ്കെൽട്ടൺ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെന്താ അസ്ഥിഭംഗം, ഫ്രാക്ചർ നമ്മൾ പഠിക്കാനുണ്ട്. അസ്ഥിസന്ധികൾ, കുറേ ജോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. മനുഷ്യാസ്ഥികൂടം അല്ലെ? ഹ്യൂമൻ സ്കെൽട്ടൺ ഉണ്ട്. ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടം, അതായത് എക്സോസ്കെൽട്ടൺ ആൻഡ് എൻഡോസ്കെൽട്ടൺ. ഇതിൽ തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ഹ്യൂമൻ സ്കെൽട്ടൺ എന്ന് തന്നെ പറയുമ്പം അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? സ്കെല്ല് വരുന്നുണ്ട്, വെർട്ടിബ്രേ വരുന്നുണ്ട് അല്ലെ? എന്താ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ട്. ലൈവ് ഇപ്പം വരുന്നതായിരിക്കും, അപ്പം നിങ്ങൾ പേടിക്കേണ്ടതില്ല, ലൈവിലൊക്കെ ഉണ്ടാവും. ബട്ട് ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓരോന്നിനും നല്ല നല്ല പ്രത്യേകതയുണ്ട്. കുറേ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളോട് മാറിപ്പോകാനുള്ള ചാൻസ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലാണ്. ഇവിടെ കുറേ നമ്പേഴ്സൊക്കെ പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്കെല്ലിൽ എത്ര ബോൺസ് ഉണ്ട് അല്ലെ? അതുപോലെ അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സൊക്കെ ഇവിടുത്തെ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ലൈവ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബിൽ എന്തുണ്ട് മക്കളെ? ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്തുണ്ട്? നമ്മൾ എജുപോർട്ട് ഉണ്ട്. നമ്മൾ കറക്റ്റ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് ആ ഒരു എക്സാം ആവുന്നതിന് മുന്നേ നമ്മൾ കറക്റ്റ് അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ്
ചെയ്യുന്നതായിരിക്കും വിത്ത് എക്സാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല നല്ല പ്രാക്ടീസോട് കൂടിയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, മിസ്സിൻ്റെ പ്രോമിസ് ആണ്. അപ്പം മക്കൾ വേഗം തന്നെ സൂപ്പർ ബാച്ചിലേക്ക് പോകുന്നുള്ളൂ. നമുക്കിനി അവിടെ കാണാം. ഓക്കെ, ബൈ.